കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ 4-ാം വാക്യം കൂടി ചേർത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കെരീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ടു കട്ട് ഓഫ്, മാറ്റി നിർത്തുക. ഏലിയാവിനെ ദൈവം കെരീത്തിലേക്ക് മാറ്റി നിർത്തി. താനുമായിട്ടുള്ള ഒരു ടൈം അലോണിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചു. ഏലിയാവിനെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ഏലിയാവിനെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമായി ദൈവം കെരീത്തിനെ മാറ്റുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കെരീത്തുകളുടെ അനുഭവങ്ങളുണ്ട്. പക്ഷേ നാം എന്തു ചെയ്യണം? എന്താണ് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്? ഇവിടെ ദൈവം ഏലിയാവിൽ നിന്നും പ്രതീക്ഷിച്ചത് അനുസരണമായിരുന്നു. ഏലിയാവ് ആ അനുസരണം ചെയ്തതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വളരെ വ്യക്തതയോടുകൂടെ കർത്താവ് പറയുന്നു, നീ യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. കൃത്യമായ സ്ഥലം ദൈവം പറയുക എന്ന് മാത്രമല്ല, ഇൻസ്ട്രക്ഷൻസും ദൈവം കൊടുക്കുക. ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ദൈവവചനം വായിക്കുന്നവരാണെങ്കിലും വചനത്തിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് പലപ്പോഴും നമ്മൾ ഗ്രഹിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ പ്രായോഗിക അവസരങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നാം അത് അനുഭവിക്കണമെങ്കിൽ ദൈവശബ്ദത്തിന് നാം കാതോർത്തെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായുള്ള ഇൻസ്ട്രക്ഷൻസുകൾ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ഇടയായിത്തീരും. ഇവിടെ കർത്താവ് ഏലിയാവരോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. ഭക്ഷണകാര്യങ്ങളെക്കുറിച്ച് ദൈവം പറയുക. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ദൈവമാണ്. കേവലം ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല ദൈവം നമുക്ക് നൽകുന്നത്, മറിച്ച് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത്, ജീവന് വേണ്ടിയുള്ളത്, നമ്മുടെ ജീവൻ നിലനിർത്താനും ഈ ഭൂമിയിൽ നമ്മൾ നന്നായി ജീവിക്കുവാനുള്ളത് ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. നോക്കിക്കേ, ഏലിയാവ് പറഞ്ഞു, കർത്താവ് എൻ്റെ ഭക്ഷണകാര്യം എങ്ങനെയാകുമെന്ന്, എൻ്റെ കിടക്ക എങ്ങനെയായിരിക്കുമെന്ന് ഏലിയാവ് ചോദിച്ചോ? ഇതൊന്നും ചോദിക്കാതെ തന്നെ ദൈവം അവന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ദ ഗോഡ് ഹൂ ഈസ് മേക്കിംഗ് പ്രൊവിഷൻ, നമുക്ക് വേണ്ടിയുള്ള കരുതലുകൾ ഒരുക്കുന്നതായ ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുതലുകൾ ദൈവം ഒരുക്കി കൊടുക്കും. എന്ത് നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും, നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൺസേൺ ഉള്ളവരായി മാറിയാലും, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ പ്രൊവിഷന് യാതൊരു മാറ്റവുമില്ല. ആർക്കും നിനക്കുള്ള പ്രൊവിഷനെ തടയുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ജോലി സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ ഓഫീസിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയുമോ? ഇന്ന് ഞാൻ ഓഫീസിൽ നേരിടുന്ന പ്രശ്നങ്ങളെ എനിക്ക് നേരിടുവാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കെരീത്തിൽ ഏലിയാവ് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം നിർത്തിയതുപോലെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി നീ തീർന്നുവെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും നിനക്ക് വരികയില്ല. നിന്റെ പ്രൊവിഷനെ മാറ്റിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവിടെ അവന് കുടിക്കുവാനുള്ളതിനെക്കുറിച്ച് പറയുന്നു. അടുത്തത് അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു. നിനക്ക് ഭക്ഷണം തരേണ്ടതിന് വേണ്ടി ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. റാവൻസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കയെപ്പോലുള്ള ഒരു പക്ഷിയല്ല ഇത്, മറിച്ച് കുറച്ചുകൂടെ വിഭിന്നമായ, അതേസമയം കാക്കയുടെ ആ വർഗത്തിലൊക്കെ വരുന്നതായ പക്ഷിയാണ്. ഈ പക്ഷിയെക്കുറിച്ചുള്ള ഒരു പഠനം തെളിയിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാക്കകളെപ്പോലെ തന്നെ കൂടുതലും അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ
അശുദ്ധമായ കാര്യങ്ങൾ തിന്ന് ജീവിക്കുന്നതായ ഒരു പക്ഷിയാണ് ഈ റാവൻസ്. അതുകൊണ്ട് ഈ റാവൻസിനോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഏലിയാവിന് വേണ്ടി കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു പക്ഷിയെ ദൈവം ഒരുക്കിയെങ്കിൽ, അതേ നോഹയുടെ പെട്ടകത്തിൽ നിന്നും ദൈവം പറഞ്ഞയച്ചത് ഒരു പ്രാവിനെയല്ലേ അയച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധിയുള്ള ഒരു പക്ഷിയാണെങ്കിൽ, ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ പക്ഷികളെ അർപ്പിക്കുമ്പോൾ പ്രാക്കളെയല്ലേ അർപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശുദ്ധിയുള്ളതായി പ്രാവിനെ ഒരുക്കരുതോ? പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതിനെല്ലാം പുറകിൽ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ധാരാളം വേദവ്യാഖ്യാനികൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നത്, പത്രോസിനോട് ദർശനത്തിൽ അശുദ്ധമായ നാൽക്കാലികൾ, അശുദ്ധമായ ഇഴജന്തുക്കൾ ഇവയിൽ നിന്ന് ഭക്ഷിക്കുവാൻ ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഈ കാക്കയുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങി ഭക്ഷിക്കുവാൻ ദൈവം ഏലിയാവിനോട് പറയുന്നതിൻ്റെ കാരണം ഏലിയാവിൻ്റെ മുമ്പോട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമായിട്ടാണ്. ദൈവത്തിനറിയാം ഏലിയാവ് ഒരിക്കലും ഇത് നിരസിക്കില്ലെന്ന്. കാരണം ഏലിയാവിന് ഭക്ഷണം കിട്ടണമെങ്കിൽ ദൈവം ഒരുക്കിയേ പറ്റുകയുള്ളൂ. ദൈവം ഒരുക്കുന്ന ഒരു പക്ഷിക്ക് മാത്രമേ, അല്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന ഒരു ജന്തുവിന് മാത്രമേ ഏലിയാവിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. എൻ്റെയും നിങ്ങളുടേതുമായിട്ടുള്ള ജീവിത ചിട്ടകൾക്ക് ഒരു ബ്രേക്കിംഗ് കൊടുക്കുന്ന തീരുമാനമാണ് ദൈവം ചെയ്തതെങ്കിലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സം, അവർ ചിന്തിക്കുന്നു, ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ കുടുംബം, ഞാൻ വളർന്നു വന്ന ചുറ്റുപാട്, ഞാൻ ജീവിച്ച ചുറ്റുപാട്, ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ദൈവം നമുക്ക് അനുകൂലമായ ഒരു രീതിയല്ല ദൈവം പിന്തുടരുന്നത്. മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുള്ളതുകൊണ്ട് നാം എപ്പോഴും ദൈവം പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറാകണം. ഉദാഹരണത്തിന് ഏലിയ പറയാണ്, ദൈവം എനിക്ക് റാവൻസിൻ്റെ കയ്യിൽ നിന്നും ആഹാരം വേണ്ട, കാക്കയുടെ കയ്യിൽ നിന്നും ആഹാരം വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല. ദൈവം പറയും, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. ദൈവം പറയുന്ന പോലെ ചെയ്താൽ, ദൈവം പറയുന്ന പോലെ അനുസരിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായിത്തീരും. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, രാവിലെയും വൈകിട്ടും ഈ കാക്ക വന്ന് ഏലിയാവിന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു. നോക്കിക്കേ, എത്ര ചിട്ടയോടുകൂടെ ഒരു അശുദ്ധിയുള്ളതായ പക്ഷിയെക്കൊണ്ട് ഒരു ദൈവദാസന് വേണ്ടി കൃത്യതയോടുകൂടെ കരുതുന്നതായ ദൈവം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാഠം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം വേണ്ടത്, നമുക്ക് വേണ്ടത് കരുതുന്നതായ ദൈവമാണ്. യെസ്, ഗോഡ് ഈസ് ദ ഗോഡ് ഹു ഈസ് ഗിവിങ് പ്രൊവിഷൻ ടു യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന് അവൻ പ്രൊവിഷൻ തരുന്നതായ കർത്താവാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, നാം ദൈവം പറയുന്നത് പോലെ ചെയ്യണം, നാം ദൈവം പറയുന്നത് പോലെ അനുസരിക്കണം. അതെ, ഇന്ന് ഈ ദിവസം നമുക്കതിനായുള്ള ഒരു സമർപ്പണവും ഒരു പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ദൈവത്താൽ രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഏലിയാവിനെ പോലെ ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ, ദൈവത്തെ മാനിക്കുന്നവരായി തീരുവാൻ, ദൈവം മഹിമ കാണുന്നവരായി തീരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾ പലരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കടന്നു വരികയും വാക്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളെ പറയുകയും അതേപോലെ തന്നെ തങ്ങളെ ഈ വചനം എപ്രകാരം ടച്ച് ചെയ്തു, സ്പർശിച്ചു എന്ന് കേൾക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.